വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. അറിയുന്നവർക്കും പരിചയമുള്ളവർക്കും ബോസ് ഇപ്പോഴും മരിച്ചിട്ടില്ല. കൗൺസിലറായിരുന്ന സമയം മുതൽ വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു പുരോഹിതനാണ് ഞാൻ. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ രാവിലത്തെ ബലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേടയിലേക്ക് പോകുന്ന വഴിക്ക് ബോസ് ഡി സിൽവ എന്നെ വിളിച്ചു. ഒത്തിരി അധികം സമയമെടുത്താണ് സംസാരിച്ചത്. സാധാരണ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് നിർത്തുകയാണ് പതിവ്. പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരു കുട്ടിയെ ഒരു പ്രത്യേകമായ അന്വേഷണത്തിന് വേണ്ടി ഞാൻ അച്ഛനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അച്ഛൻ അവിടെ സംസാരിച്ചാൽ കാര്യം നടക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇടപെടാം, നടത്തി കൊടുക്കാം പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിറ്റേ ദിവസം ഞാൻ രാവിലെ വിളിച്ചു, ഫോൺ എടുത്തില്ല. വൈകിട്ട് വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞു അതൊക്കെയാണ് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത് സ്വന്തം ജീവിതത്തെക്കാളുപരി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. ഇവിടുത്തെ യുവാക്കൾക്കൊക്കെ കൗൺസിലർ ആകുന്നതിന് മുമ്പ് അല്ലാതെയും ഒരു ആവേശം തന്നെയാണ്. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളായാലും സ്പോർട്സിന്റെ പ്രവർത്തനങ്ങളായാലും ഇടവകയുടെ സമഗ്രമായ പ്രവർത്തന മേഖലകളായാലും അഭിപ്രായവും നിർദ്ദേശവും മുന്നോട്ട് പോകുവാനുള്ള പോംവഴികളും നൽകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. നീണ്ട വർഷം കൗൺസിലറായിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഏറെ സ്നേഹത്തോടുകൂടി ഓരോരുത്തരെ കാണുകയും അവിടെ വീടുകളിൽ പോയിരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അടുത്ത് അറിയാവുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരണം ഒരു നഷ്ടം തന്നെയാണ്. എന്നാൽ ദൈവത്തിന് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, എനിക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിന്റെ പേര് എൻ്റെ ഉള്ളകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഈ സഹോദരന്റെ പേര് ഉള്ളകൈയിൽ രേഖപ്പെടുത്തി സ്വർഗീയമായ യാത്രയിലേക്ക് ക്ഷണിച്ചു. പൊതുവെള്ളത്തിൽ നോക്കിയപ്പോൾ ഈ റോസാപ്പൂവിന്റെ ഒഴിവ് കണ്ടു. ആ റോസാപ്പൂവ് ഓസ്കർ ആകാമെന്ന് ദൈവം തീരുമാനിച്ചു. ആ മകനെ വിളിക്കുകയും ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇത് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും തന്റെ സൃഷ്ടാവിന്റെ പക്കലേക്ക് നമുക്ക് കടന്നു പോകാം. എന്നാൽ മരണം നമ്മുടെ മുമ്പിലേക്ക് വച്ച് നീട്ടുന്ന 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മളിലേക്ക് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചു എന്നതിലല്ല, ജീവിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കടന്നുപോയി എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഇനിയുള്ള നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ഈ യാത്രകളെല്ലാം തന്നെ സ്വർഗീയ യാത്രയാണ്. ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര. ഈ സഹോദരൻ തന്റെ ഭവന യാത്ര ആരംഭിച്ചിട്ട്
56 വയസ്സ് പൂർത്തിയാക്കുകയാണ്. ആ യാത്രയിലെല്ലാം ദൈവത്തെ വിളിച്ച നിമിഷങ്ങളുണ്ട്, ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ശ്രമിച്ചതുണ്ട്, അല്ലാത്ത നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ നിമിഷം ഈ യാത്രയെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈ സഹോദരനെ വീണ്ടും ആലോചിച്ച സമയത്ത് ബോസ്കോ പറഞ്ഞ ഒരു വലിയൊരു വെളിപാട് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ, ഇതൊക്കെ വെറുമൊരു ആഡംബരത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ ഒതുക്കി ഒരിക്കലും നമ്മൾ ദൈവത്തിലേക്ക് പോകും. എന്തായാലും നമ്മുടെയൊക്കെ യാത്രയൊക്കെ ഇത്രയൊക്കെ മാത്രമേ നമ്മൾ തീരുമാനിക്കാവൂ. ബാക്കി വരുന്നതെല്ലാം തന്നെ വരുന്ന വഴി വിളിച്ച് തന്നെ കാണാം എന്ന് പറഞ്ഞു. ആ വീടിന്റെ ആശ്വാസം കഴിഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ബോസ്കോനെ കാണാൻ വന്നപ്പോൾ ഈ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിച്ചത്. ഒത്തിരിയധികം സമയം ചെലവഴിച്ചു പ്രാർത്ഥിച്ചു സഹോദരൻ കടന്നുപോയി. ഒരർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ അത് സന്തോഷത്തിന്റെ നിമിഷമാണ്. എന്നാൽ ഇതിനു മുമ്പ് നമുക്കറിയാം, ഈ കൗൺസിലറായിരുന്ന സാബു ജോസഫ് ദൈവത്തിന്റെ ദിവസത്തിൽ കൊറോണ വ്യാപനത്തിലൂടെ കടന്നുപോയി. സാബു ഒരു കൗൺസിലറായിരുന്നു. തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഇടയിലാണ് ദൈവത്തിന്റെ ദിവസത്തിലായി. ഇന്ന് സാബു ജോസഫ് ബോസ്കോയുടെ സിൽവയിൽ കൗൺസിലറായിരുന്നു. വീണ്ടും ഒരർത്ഥത്തിൽ അറിയാവുന്നവർക്ക് ജോലി ചെയ്ത് മുന്നോട്ട് കടന്നു പോകും. ആ ജോലി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരൻ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഈ യാത്രയിൽ സമർപ്പിക്കാം. കുറവുകളും പോരായ്മകളും അസ്വസ്ഥതകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബോസ്കോയുടെ അമ്മ ഏറെ വേദനിക്കുന്ന അമ്മയാണ്. ഓരോ നഷ്ടങ്ങളും എങ്ങനെയാണ് ഹൃദയത്തിൽ ഒതുങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി കടന്നു പോകുന്ന അമ്മ, മറ്റ് സഹോദരൻ, അതുപോലെ തന്നെ ബോസ്കോയുടെ ഭാര്യയും മക്കളും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ കാരുണ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതയാത്രയിൽ നമ്മളോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആത്മാവിന് സ്വർഗ്ഗവിശ്രാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിളിക്കാനായിട്ട് നമുക്ക് പറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിൽ നാം യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാം നിന്റെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പാപികൾക്ക് കാരുണ്യവും
അങ്ങേ വിശുദ്ധർക്ക് ആനന്ദവുമായ ദൈവമേ, അങ്ങേ ദാസനായ ബോസ്കോ ഡിസിൽവയെ സംസ്കരിക്കുന്ന മാനുഷിക ശുശ്രൂഷയാണല്ലോ ഞങ്ങൾ നിർവഹിക്കുന്നത്. ഈ ദാസൻ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ മഹത്തായ സമ്മാനത്തിൽ പുരോഗതി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മർത്തതയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഉദ്ധാനത്തിന് മുമ്പാകണം നൽകുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്ത് നിർത്താവും ഞങ്ങളുടെ പ്രധാനമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകയാണേ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടൽ അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടി, അവിടുന്ന് അവരോട് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ പുറകയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴലിൽ കാണുകയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. പരസ്യമായ ഉൾക്കവിടിയിൽ അവിടെ എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ മുഴങ്ങിയ നാളുകളിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അമ്മയുടെ ഊന്നുവഴിയും ബന്ധം എനിക്ക് ഉറപ്പിക്കുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വെടിനിൽക്കുന്നു. എന്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ വസിക്കും. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നമ്മെ സ്തുതിക്കുന്നു.
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുടെ അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവരെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി പുത്രകളെ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവരെ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ എല്ലാം ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിന്റെ സുവിശേഷം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ ദാസൻ ബോസ്കോ ഡിസിൽവയുടെ മൃതശരീര സംസ്കാര ദിനത്തിൽ ഈ അനുരഞ്ജന ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ഇയാളോട് കൂടെ ആയിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പാപകാരണം ഇയാളെ അവശേഷിക്കുകയോ മാനുഷികമായ തെറ്റുകൾ ഇയാളെ ബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേ കഴിഞ്ഞ വായ്പിനാൽ ഇയാൾക്ക് മാറ്റപ്പെടുകയും കറകൾ തുടച്ചു നീക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം.
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളുടെ യോഗ്യതകളാലല്ല ആളാണ് ഞങ്ങൾ നശിക്കുന്നതെങ്കിലും പാപം മൂലം മരണത്തിന്റെ പിടിയിലാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേക്കാലം പ്രയോജനമാണല്ലോ. ആകയാൽ സ്വർഗീയ ശക്തികന്മാരുടെ കൂടെ അങ്ങേ മഹിമയ്ക്ക് മുൻപിൽ അനവധം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ നിശ്ചയമായും പരിശുദ്ധമാക്കുന്നു. പവിത്രമാക്കണമേ. ഞങ്ങൾക്കായി യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. നട്ടിക്കൊടുക്കപ്പെട്ട സമരസാധനങ്ങൾ സഹിച്ചപ്പോൾ അപ്പറെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. പ്രകാരം കഴിഞ്ഞ പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും രഹസ്യം മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടെങ്കിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും
അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ ഫലപാത്രവും ഞങ്ങൾ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഒന്നായി ചേർക്കണമേ എന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ തോമസിന്റെ പിതാവിനോടും ക്രിസ്തുദാസ് സഹായമിത്രാനോടും വൈദികത്തോടുമൊത്ത് സഭയാക്കും സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ നമ്മുടെ മക്കളെയും വിളിച്ച നമ്മുടെ പ്രിയദാസനെ ഓർക്കണമേ. അങ്ങനെ പ്രിയപുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി തീർന്നയാളെ അവിടുത്തെ ഉദാഹരണത്തിനും പങ്കാളിയാക്കണമേ. പ്രിയപ്പെട്ട പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങേക്കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തെ വിസ്മരിക്കുകയും ചെയ്യാനായി ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ ആ കനികളുടെ ഭർത്താവായ ഭാര്യയുടെ യോസേഫിനോട് അനുഗ്രഹീതനായ പുരുഷന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അക്കരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവമായ പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരന്റെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിധത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ കർത്താവായ യേശുക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ ഇതിനുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം
സന്യാസികളാണ്, കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരാണ്. ക്രൈസ്തവരായിട്ടുള്ളവരും ശുഭാശിക്കാൻ അവരുടെ കൂടി പ്രാർത്ഥനയിലാണ് അവർക്ക്. ദുഃഖം
ഈ വേർപാട് ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ മനസ്സിലാക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ തുടർന്ന് ദൈവം സ്നേഹമാകുന്നു. ആ ഒരു നോക്കി ഉൾക്കൊള്ളുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുടിയുടെ ഒരു ദുശീലമുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം തന്നെ എല്ലാ തരത്തിലും ഉപകാരിയായിട്ടുള്ള സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം ഈ നാട്ടിൽ നിന്ന് നമുക്കുമൊക്കെ നഷ്ടമാണ്. പുസ്തക പരിപാടി പ്രവർത്തിക്കുന്ന പുസ്തക അമ്മ, ഭാര്യ ലേഖ, മകൾ ആനി, മകൻ ആനി, പുസ്തക സഹോദരങ്ങളെല്ലാം ദൈവത്തിൻ്റെ വേർപാട് ഒരു വലിയ ദൈവത്തിൻ്റെ തന്നെയാണ് എന്ന് ഓർക്കുന്നു, മനസ്സിലാക്കുന്നു. കുടുംബത്തെ സ്നേഹിക്കുകയും ഒന്നിച്ചു നടത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നുള്ളത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പലരുടെ ആത്മശാന്തിക്ക് വേണ്ടി നവംബർ മാസം 30-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 3:30 ഈ ദേവാലയത്തിൽ വെച്ച് അർപ്പിക്കപ്പെടുന്ന ബലിയിലും തുടർന്ന് പലരുടെ മുഖത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും നമ്മളുടെയും സഹോദരങ്ങളെയും ക്ഷണിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ഒരു കുടുംബത്തിലെ ആഹ്വാനം സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വൃത്തിയാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. സമാപന പ്രാർത്ഥനയിലായി നമുക്ക് നിൽക്കാം. സർവശക്തനായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ദാസൻ ബോസ്കോ ഡി സിൽവ ഈ വലിയ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെടുകയും ചെയ്ത് ഉദ്ധാനത്തിന് നിത്യസന്തോഷം സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ക്രിസ്തീയ പ്രകാരം ശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവജീവകാരങ്ങളിൽ നിദാനമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വരമായി ഉയർപ്പിച്ച സംഘത്തിലേക്ക് അവർ ഞങ്ങളെ ബന്ധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് തൊടി ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നല്ലയിടയനായ ക്രിസ്തുനാഥൻ ഗണത്തിൽ ഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവിനെ രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. Hallelujah.
കരങ്ങളിൽ ഈ സഹോദരന്റെ ആത്മാവിനെ ലഭിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാനം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ പൈതൃകമായ സ്നേഹത്തിലെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിലെയും അടയാളമായി ഈ ദാസനിൽ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ ഈ പ്രിയദാസൻ സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി ഞങ്ങൾ വിശ്വാസ വരസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്താൻ കൃപയോടണമേ. ഞങ്ങൾ ഒരിക്കൽ സ്വർഗത്തെത്തിക്കുമെന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ.
ലാസ്റ്റ് പോയത് സ്ഥലം ഇതാണ് സുഖമായിട്ട് കൈക്കെടുത്തിട്ട് ഇങ്ങനെ തന്നെ അപ്പുറത്ത് അങ്ങോട്ടില്ല ബോഡിയുടെ അടുത്താണ് ബോഡി ആ സൈഡാണ് ബോഡിക്ക് അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് മതി അവിടെ കൂടല്ലേ പുറകോട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ടുള്ള വിശ്വാസികളെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിപാടുകൾ ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നത് വരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മുടെ ഈ സഹോദരൻ ബോസ്കോ ഡിസിൽവയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. ഇളിവരാൻ നമ്മുടെ ശരീരങ്ങൾ അവിടെ നിന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് പ്രത്യക്ഷാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കില്ലെന്ന് അരുളിച്ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരൻ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇങ്ങോട്ട് തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ചയാളെ സ്വർഗീയ വരുന്നതിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരാൻ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും കുട്ടിജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ രക്ഷണമേ. കർത്താവായ ദൈവമേ,
അങ്ങയുടെ തിരുവുള്ള നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച് ഈ ദാസൻ ചെയ്തു പോയി തെറ്റുകൾ ദയാപുരം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവേ വിശ്രാന്തി നൽകണമേ. മനുഷ്യരുടെ ആത്മാവ് മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും തമ്പുരാന്റെ കൃപയാൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കെട്ടിയടയ്ക്കാം. അതകത്തിരുന്നോട്ടെ. ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങുക രണ്ടുപേര്, അല്ലെങ്കിൽ കയറി കിടക്കുക. ചോദിച്ചിട്ട് പിടിക്കൂ. ബോഡി ദൂരിക്കാൻ എടുത്തു കൊടുക്കുക. അവിടെ കൂടി കൊടുക്കല്ലേ, അവിടെ ഇടിഞ്ഞിരിക്കുകയാണ്. പിറകെ കൂടി കൊടുക്കും, പിറകെ കൂടി കൊടുക്കും. കൊടുത്തേ കൊടുത്തേ. എടുക്കോ, നോക്കി നോക്കി ബലമുണ്ട്. അവിടെ തന്നെ ഇട്ടേ. അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് ഇതുവഴി കയറി, ഇതുവഴി കയറി, ഇതുവഴി കയറി, അവിടെ കയറി, ഇതുവഴി കയറി. ബലമില്ല അവിടെ. വിശ്രാന്തി നൽകണമേ. നിത്യതീർച്ചയായും പ്രകാശിക്കുകയും എല്ലാ വിശ്വാസം അത് അടയ്ക്കുമ്പോൾ
അവിടെ മൂട് വീട് വീട് വീട്ടിൽ ഒരാളപ്പുറം സൈഡിൽ നിന്ന് വിട്ട്